ഇന്ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ മലയാളിക്ക് അധിക ഇന്ധന സെസ് തിരിച്ചടിയാവുകയാണ്. പെട്രോളിനും ഡീസലിനും 2 രൂപ വർദ്ധിക്കുന്നതോടെ അവശ്യ സാധനങ്ങൾക്ക് അടക്കം വില വർദ്ധിക്കും. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പെട്രോളിനും ഡീസലിനും അധിക സെസ് നിലവിൽ വന്നത്. എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ഇത് വല്ലാത്ത അന്യായമാണ് എന്നാണ് സാധാരണക്കാർ പറയുന്നത്. പെട്രോളിന് 109.71 രൂപയും ഡീസൽ ലിറ്ററിന് 98.52 രൂപയുമാണ് കേരളത്തിലെ പുതുക്കിയ നിരക്ക്. ദില്ലി, മുംബൈ, ചെന്നൈ തുടങ്ങിയ മഹാനഗരങ്ങളെക്കാളും ഉയർന്ന നിരക്കാണിത്. 2 രൂപ അധിക സെസ് വഴി 780 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമെന്നാണ് സർക്കാർ വാദം. എന്നാൽ കുറഞ്ഞത് 930 കോടി രൂപയെങ്കിലും സർക്കാർ ഖജനാവിൽ എത്തുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. വാഹന വർധനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് 1000 കോടിക്ക് മുകളിലാകാനും സാധ്യതയുണ്ട്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണ്. താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ എന്തെങ്കിലും നടപടി വേണം. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ധന സെസ് വർധനവ് 1 രൂപയായി കുറയ്ക്കാൻ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. എന്നാൽ പ്രതിപക്ഷ സമരമാകട്ടെ പതുക്കെ ഇല്ലാതായി. പക്ഷേ ഇനി സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ ലോറി വാടക കൂടുമ്പോൾ സാധനത്തിനും വില കൂടും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ സാധനം വില കൂടും. നമ്മളെ പണിക്കാശൊക്കെ ഒക്കെ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ദിവസം പണിയെടുത്ത് ചിലപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ പണി ഉണ്ടാവില്ല. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവൻ്റെ കാര്യം അധോഗതിയാണ്. എല്ലാ സാധനവും വില കയറിക്കൊണ്ടിരിക്കില്ലേ, പലചരക്കായാലും മറ്റുള്ള സാധനങ്ങളായാലൊക്കെ. 2-ൽ 2 ചാകണം, 2 ചാകണം. നരേന്ദ്രനും പോകണം, പിണറായി പോകണം, എന്നാലും നാട് തന്നോളൂ. കാരണം വണ്ടി നേരത്തെ ടാക്സി ആയിരുന്നു. ടാക്സി ഓടയോടിയിട്ട് നമുക്ക് മെച്ചമില്ലാത്തതുകൊണ്ട് നമ്മൾ ടാക്സി ഒഴിവാക്കിയിട്ട് ഇപ്പൊ ചെറിയ കടയായിട്ട് പോണേ. കാരണം വില വർധനവും ആറ് നമുക്ക് പറ്റണല്ല. ഫലത്തിൽ യാത്രാക്കൂലി, വീട്ടിലേക്കുള്ള പച്ചക്കറി അടക്കമുള്ള അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കൂടും. ഇന്ധന നികുതിക്ക് പുറമെ മദ്യത്തിനും വില കൂടും. 500 മുതൽ 999 രൂപ വരെ വിലയുള്ള മദ്യത്തിന് ബോട്ടിലിന് 20 രൂപയും 1000 മുതൽ വിലയുള്ളതിന് 40 രൂപ നിരക്കിലുമാണ് വർധനവ്. 400 കോടി രൂപയാണ് വരുമാന പ്രതീക്ഷ. മദ്യത്തിന് വിലയില്ലാണ്ട് വന്നാൽ സർക്കാർ എല്ലാം കൂടി ഉരിഞ്ഞ് താഴ്ത്തോട്ട് വീഴുമെന്ന് പറയും. മദ്യത്തിന് വില കയറട്ടെ, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. പെട്രോൾ വില കൂടുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതേസമയം ഭൂമിയുടെ ന്യായവില 20% കൂടും. കെട്ടിട നികുതിയിലെ 5% വർധനയ്ക്കൊപ്പം അപേക്ഷാ ഫീസ്, പരിശോധനാ ഫീസ്, ഗാർഹികേതര കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള പെർമിറ്റ് ഫീസ് എന്നിവയും വർദ്ധിപ്പിക്കും. കെട്ടിട നിർമ്മാണ ചെലവും ഉയരും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ അമൽനാഥും ചേരുന്നുണ്ട്. അമൽ, പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയാണ് നേരിടുന്നത്. പെട്രോളിനും ഡീസലിനും അടക്കം വില വർദ്ധിക്കുമ്പോൾ അവശ്യ സാധനങ്ങൾക്ക്, നിത്യോപകരണ സാധനങ്ങൾക്കടക്കം ഇപ്പോൾ വില വർദ്ധിക്കും. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും പുതിയ സാമ്പത്തിക വർഷത്തിൽ വ്യാപാര മേഖലയിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യ വസ്തുക്കൾക്ക് അടക്കം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും പറയേണ്ടത് ഇന്ധന വില അല്ലെങ്കിൽ ഇന്ധന നികുതി വർദ്ധിച്ചതാണ്. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യ വസ്തുക്കൾക്ക്, അതായത് പച്ചക്കറി വസ്തുക്കൾ അടക്കമുള്ളവയൊക്കെ വില കൂടാനുള്ള സാഹചര്യമുണ്ട്. ക്ഷേമ പെൻഷൻ നൽകാൻ പണം കണ്ടെത്താനായിരുന്നു ബജറ്റിൽ ഈ ഒരു 2 രൂപ സെസ് പെട്രോളിനും ഡീസലിനും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ സെസ്സാണ് ഇന്നു മുതൽ നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഇന്ധന നികുതി വർധനവിന് പുറമെ മറ്റ് വിവിധ മേഖലകളിലും വില വർദ്ധിക്കുന്നുണ്ട്. അതിൽ ഭൂമി ഇടപാടിനായാലും ഒപ്പം തന്നെ വാഹന മേഖല, അതായത് സ്വകാര്യ വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അടക്കം വർദ്ധിക്കുകയാണ്. അതിൽ ഓരോ വിഭാഗങ്ങളായാണ്, അതായത് 5 ലക്ഷം മുതൽ ഉള്ളവയ്ക്ക് 1% വില വർധനവ്, അങ്ങനെയാണ് അതിൽ വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി വർദ്ധിക്കുന്നത്. ഒപ്പം തന്നെ കോട്ടേജ് സ്റ്റാമ്പുകൾക്കും വലിയ രീതിയിൽ തന്നെ വില വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടതാണ് മരുന്നുകളുടെ വില വർധനവ്. അതായത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ഈ മരുന്നുകൾ. ഇവയുടെ വില വർധനവും സാധാരണക്കാരനെ അടക്കം ദുരിതത്തിലാക്കും എന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതേസമയം തന്നെ പുതിയ ബാച്ച് മരുന്നുകൾക്കായിരിക്കും ഇന്നു മുതൽ വില വർധനവ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ അല്ലെങ്കിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന മേഖലയാണ് മദ്യം. ഇവയ്ക്കും 20 രൂപ മുതൽ 40 രൂപ എന്നീ കണക്കിൽ വില വർദ്ധിക്കുകയാണ്. ഈ ഒരു വില വർധനവിന്റെ സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു സെസ് വർധനവിന്റെ വിഷയത്തിൽ
പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ജനദ്രോഹ നികുതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്ന് UDF കരിദിനം ആചരിക്കുകയാണ്. അതായത് പഞ്ചായത്തുകളിലും നഗരങ്ങളിലുമായി കറുത്ത ബാഡ്ജും കരിങ്കൊടിയും ഉയർത്തിയാകും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാവുക. അതേസമയം തന്നെ ഇന്ന് 11 മണിയോടുകൂടി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്താനും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഈ ഒരു നികുതി വർധനവിനോടൊപ്പം തന്നെ മറ്റു പല മാറ്റങ്ങളും ഇന്ന് ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് കാർഡ് നൽകുന്നത് പോലുള്ള കാര്യങ്ങൾ. അതായത് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇന്നു മുതൽ നിർബന്ധമാക്കുന്നുണ്ട്. അതേസമയം തന്നെ അതായത് പോസ്റ്റ് ഓഫീസ് പോലുള്ള സേവന മേഖലകളിൽ മൊബൈൽ സംവിധാനങ്ങൾ നിർബന്ധമാക്കും. ഇതുപോലുള്ള മറ്റു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മറ്റു മാറ്റങ്ങളും ഇന്നു മുതൽ സംസ്ഥാനത്ത് നടപ്പിലാവുകയാണ്. അൻസന. ശരി, വ്യക്തമാണ് അമൽ. ഇന്ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ മലയാളിക്ക് അധിക ഇന്ധന സെസ് തിരിച്ചടിയാവുകയാണ്. സാധാരണക്കാരനായ ജനങ്ങൾക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയാണ് നേരിടാൻ പോകുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ വർദ്ധിക്കുന്നതോടെ ആവശ്യ സാധനങ്ങൾക്ക് അടക്കം വില വർദ്ധിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ്.